ട്രാഫിക് പോലീസാണ് നിങ്ങൾ. പിന്നെ ഈ വേഷമിട്ട് നിങ്ങൾ ഇവിടെ ഇവലെ പണിക്കാരല്ലേ നിങ്ങൾ? പിന്നെ ഇവലെ പണിക്കാരല്ലേ നിങ്ങൾ? ഇവലെ പണിക്കാരല്ലേ നിങ്ങൾ? പോലീസ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ സർവീസ് റോഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. നിർബന്ധിതമായിട്ട് എനിക്ക് അവിടെ നിന്ന് യു ടേൺ എടുത്തിട്ട് തിരിച്ച് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ പറഞ്ഞ ടോൾ പ്ലാസയിൽ, അതായത് NH-ലേക്ക് കയറേണ്ടി വന്നു. ഇവിടെ നമുക്ക് 2 ട്രാഫിക് പോലീസിന്റെ യൂണിഫോം ധരിച്ച 2 പേരെ കാണാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഇതാണ് ആള്. ഇത് ട്രാഫിക് പോലീസിന്റെ യൂണിഫോം ധരിച്ച ആൾ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ട്രാഫിക് പോലീസ് ആണെന്നാണ്. ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ മഞ്ഞ ലൈൻ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേന്റെ റൂളിംഗ് പ്രകാരം ഈ മഞ്ഞ ലൈനിൽ അങ്ങോട്ടേക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 100 മീറ്ററിലുള്ള എല്ലാ വാഹനങ്ങളും ഫ്രീ ആയിട്ട് തന്നെ കടത്തി വിടണമെന്നാണ് ഹൈവേന്റെ റൂൾ. ഈ അവിടെയുള്ള ഒരു സ്റ്റാഫിന് പോലും ഒരു കൃത്യമായിട്ടുള്ള യൂണിഫോമോ കൃത്യമായിട്ടുള്ള ID കാർഡോ കൃത്യമായിട്ടുള്ള ഒരു രേഖ പോലും അവിടെയുള്ള സ്റ്റാഫില്ല. സൂപ്പർവൈസർ ആണ് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞ ഒരുത്തൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തൻ ഞാനാ സൂപ്പർവൈസർ ഉണ്ട്, അവൻ എന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. ഈ പറയുമ്പോൾ അവിടെ പോലീസുകാരുണ്ട്. ഈ വെള്ള കുപ്പായിട്ട് വരുന്ന ആളൊന്നും പോലീസല്ല, അതിന്റെ ബാക്കിലുള്ള ആൾ പോലീസാണ്. പോലീസുകാരനോട് കാരണപ്പോൾ മൂപ്പർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ മൂപ്പർക്ക് പോലും അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മൂപ്പരോട് പറഞ്ഞു 100 മീറ്ററിന്റെ അപ്പുറത്താന്ന് പറഞ്ഞ മൂപ്പര് റൂൾ അതാന്ന് മൂപ്പർക്ക് അറിയാം. മൂപ്പര് അവരോട് പറഞ്ഞു ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ആ പോലീസുകാരന് പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവിടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു നാട്ടില് ടോൾ പിരിവ് തുടങ്ങുക എന്ന് പറയുന്നത് അവിടുത്തെ റോഡിന്റെ പണി തീർന്ന് സർവീസ് റോഡിന്റെ പണിയെല്ലാം തീർന്നതിന് ശേഷമാണ് ടോൾ പിരിവ് തുടങ്ങുക. പക്ഷെ നമ്മുടെ കേരളത്തിൽ റോഡിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ്, സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ റോഡിൽ യാത്ര ചെയ്യുന്ന പല ആളുകൾക്കും അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ വിഷ്വലിൽ കാണിച്ചിരിക്കുന്നത് കോഴിക്കോടുള്ള ഒരു ചങ്ങാതി പന്തീരങ്കാവ് ടോളിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവമാണ്. അതായത് ടോള് കയറാതെ പുള്ളിക്ക് പോകാനുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്, സർവീസ് റോഡ്. ആ സർവീസ് റോഡ് വഴി പോകുന്ന സമയത്ത് സർവീസ് റോഡ് മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ സർവീസ് റോഡ് ഉപയോഗിച്ച് പോകേണ്ട ആൾ നിർബന്ധമായിട്ടും തിരിച്ച് ഈ പറഞ്ഞതുപോലെ ടോൾ പ്ലാസയിൽ വന്ന് ടോൾ കൊടുത്തതിന് ശേഷം മാത്രമേ റോഡ് മുറിച്ച് കടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ടോൾ കടക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം അവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതാണ് ആ വിഷ്വലിൽ ആദ്യം കാണിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് പോലീസിനോട് സമാനമായിട്ടുള്ള അവരുടെ യൂണിഫോമിനോട് വളരെ സാമ്യതയുള്ള വൈറ്റും കാക്കിയുമായിട്ടുള്ള യൂണിഫോം ഇട്ടിട്ട് അവിടെ ട്രാഫിക് പോലീസ് അല്ലാത്ത ആളുകളെ, അതായത് ടോളിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ടോളിൻ്റെ ആ പിരിക്കുന്ന ആളുകൾ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടുണ്ട് കുറച്ച് ആളുകളെ. അതായത് നമ്മൾ വളരെ പെട്ടെന്ന് അവിടെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസാണ് എന്നുള്ളത്. കാരണം അവരാണ് അവിടെ ടോളിലെ ഓരോ വണ്ടികളെയും കടത്തിവിടുന്നതും വണ്ടികളെ ലൈനിൽ ക്രമീകരിച്ച് നിർത്താനും ഒക്കെ നിൽക്കുന്ന ആളുകൾ അവരാണ്. തിരിച്ച് നിങ്ങൾ ട്രാഫിക് പോലീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നീട് ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവൊന്നുമില്ല, നിങ്ങൾ ടോളിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ടോളിൽ സൂപ്പർവൈസർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് സൂപ്പർവൈസർ, അല്ല ഞാനാണ് സൂപ്പർവൈസർ എന്ന് പറയാൻ 10 പേരുണ്ടാവും അവിടെ. ആരാണ് സൂപ്പർവൈസർ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ID കാർഡില്ല. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് യൂണിഫോം ഇല്ല, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ID കാർഡില്ല. അങ്ങനെ കുറേ ഒരുപറ്റം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരുപറ്റം ഗുണ്ടകളെയാണ് പല ടോൾ പ്ലാസകളിലും നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷ്വലിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി അടുത്തത്, ടോൾ പ്ലാസകളിൽ 100 മീറ്റർ ദൂരത്ത് ഒരു മഞ്ഞ ലൈൻ വരച്ചിട്ടുണ്ടാവും. ആ മഞ്ഞ ലൈനിനപ്പുറത്തേക്ക് ക്യൂ നീളുകയാണ് എങ്കിൽ ആ മഞ്ഞ ലൈനിനകത്തുള്ള വാഹനങ്ങളെ ഉടൻ കടത്തിവിടണം, ആ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കാൻ പാടില്ല എന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ ടോൾ കമ്പനിയും അല്ലെങ്കിൽ ടോൾ പിരിക്കുന്ന കമ്പനിയും തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്രിമെന്റ്. അതാണ് നിയമം. പക്ഷേ അതിവിടെ പാലിക്കപ്പെടുന്നില്ല. ഇനി ഇതെല്ലാം പോട്ടെ, എല്ലാ ടോൾ പ്ലാസകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിക്ക് ഉണ്ടാവും. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നിർത്തിയിട്ടുണ്ടാവും. പോലീസ് ഉദ്യോഗസ്ഥനോട് കാര്യം പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. പക്ഷേ അയാൾ പറഞ്ഞാൽ പോലും കേൾക്കാത്ത വിധത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഗുണ്ടകളെ അവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ടോൾ പ്ലാസകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെറും പേരിന് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷ്വൽ മനസ്സിലായി. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ടത്. അതായത് കേരളത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി സംസ്ഥാന സർക്കാർ, പുതിയ സർക്കാർ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ തിങ്കൾ മുതൽ ശനി വരെ ഡ്യൂട്ടിയാണ്. ഞായറാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാം. അതാണ് പെരുമ്പാവൂരിലുള്ള അവസ്ഥ. കാരണം മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും പെണ്ണുൾപ്പെടെയുള്ള സാധനങ്ങളെ പെരുമ്പാവൂരിൽ പരസ്യമായിട്ട് കച്ചവടം ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അവിടെ ആ ഭാഗത്തുള്ള ആളുകൾ ആരും പലപ്പോഴും പുറത്തിറങ്ങാൻ പാടില്ല. കാരണം ഇവരോട് സംസാരിച്ചിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒറ്റബുദ്ധിക്കാർ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടി അല്ലെങ്കിൽ വെട്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള സ്വഭാവക്കാരായിട്ടുള്ള ഉത്തരേന്ത്യക്കാർ. പക്ഷേ ഒരു കാര്യം കൂടെ പറയണം, അവിടെയുള്ള ചില ലോക്കൽ മലയാളികളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന നാട് ഇത്രയും മോശമാകുന്ന രീതിയിൽ ഈ ഗുണ്ടകൾ, നോർത്ത് ഇന്ത്യൻ ഗുണ്ടകൾ വന്ന് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറേ ആളുകൾ പെരുമ്പാവൂരിൻ്റെ പല ഭാഗങ്ങളിലും പല ജോലികൾക്കായിട്ട് വന്നു. പ്രത്യേകിച്ച് പ്ലൈവുഡ് ഫാക്ടറികളിലാണ് അവരുടെ ജോലികൾ.
ഇവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ കുറേ കഞ്ചാവും അല്ലെങ്കിൽ ഇവിടെ കിട്ടാത്ത കുറേ ലഹരി ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള കുറേ ലഹരി സാധനങ്ങളും കൊണ്ടുവരും. ശനിയാഴ്ച ഞായറാഴ്ച ദിവസം ഇവരിത് കച്ചവടം ചെയ്യും. ഇതിന് അവിടെയുള്ള കുറേ ലോക്കൽ ആളുകൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്ന വിവരം. അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇവർ അവിടെ വലിയ താവളമാക്കി മാറ്റി പെരുമ്പാവൂർ. ബായ് ബായ് ബായ്, ഇതാണ് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുക. ബായികളുടെ നാട് എന്ന് പെരുമ്പാവൂരിനെ ഇത്രയധികം അധിക്ഷേപിക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് നമ്മുടെ നാടുകളിലെ ടോൾ പ്ലാസകളിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോൾ പ്ലാസകളിൽ പോയിട്ട് നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ ഇറക്കുമതി ചെയ്ത ഗുണ്ടകൾ നമ്മുടെ കൈവെക്കും. പക്ഷേ അതിൻ്റെ നിർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ അവരുമായിട്ട് തർക്കിക്കുന്നത്, ആ തർക്കിക്കുന്നവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ്റെ കൂടെ അവിടെ കൊണ്ടു നിർത്തിയ മറ്റു വാഹനങ്ങളിലെ ആളുകളോ അല്ലെങ്കിൽ അവനെ അറിയുന്ന കുറച്ച് ആളുകൾ മാത്രമാണ്, മറ്റു വാഹനങ്ങളിലെ ആളുകൾ പോലും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു KSRTC ബസ് വെട്ടിച്ചിറയിൽ തടഞ്ഞു വെച്ചതിന് ശേഷം ഉണ്ടായ സാധനം, ആ ബസ്സിലുള്ള ആളുകൾ പോലും ആ കണ്ടക്ടർക്ക് സപ്പോർട്ടായിട്ട് എത്തിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഗുണ്ടകൾക്ക് കൃത്യമായിട്ട് അവരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഗുണ്ടാപ്പിരിവാണ്. ഗുണ്ടാപ്പിരിവ് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, പെരുമ്പാവൂരല്ല നമ്മുടെ കേരളം മുഴുവൻ ഇതുപോലുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഗുണ്ടകളുടെ കീഴിലായിട്ട് നമ്മൾ മാറാനുള്ള സാഹചര്യം അതിവിദൂരമൊന്നുമല്ല. വളരെ അടുത്ത് തന്നെ ഇവർ നമ്മുടെ തലയിൽ കയറുന്ന സാഹചര്യം ഇപ്പം തന്നെ ഉണ്ട്. ഇനി അത് എല്ലായിടത്തേക്കും എത്തും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈവേ അതോറിറ്റിയും ഇവരും തമ്മിൽ വെച്ച എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് അവരോട് മാറി നിൽക്കാൻ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നില്ല എങ്കിൽ അത് നടപടിയെടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. അവിടെ ആളുകൾ ആക്രമിച്ചിട്ട് പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ പോലും ഒരു തരത്തിലും അവിടെയുള്ള MLAയോ MPയോ പോലീസ് ഉദ്യോഗസ്ഥരോ സർക്കാർ പോലും ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഇത് വലിയൊരു വിഷയമായിട്ട് മാറും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേരളത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് മുളയിലെ ഇത് നുള്ളിയില്ല എങ്കിൽ മറ്റൊരു പെരുമ്പാവൂരായിട്ട് കേരളം മുഴുവൻ മാറും എന്നുള്ളതാണ് അവസ്ഥ. പെരുമ്പാവൂരിലെ ആളുകളെ മുഴുവൻ അധിക്ഷേപിച്ച് പറയുകയല്ല, പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ മുഴുവൻ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി സാധിക്കുന്നതായിരിക്കും.